ഇന്ത്യൻ നദികളും PSC പരീക്ഷകളിലെ പ്രാതിനിധ്യം നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓരോ നദികളുമായുള്ള ഡീറ്റെയിൽസ് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അങ്ങനെയാണ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഗംഗയെ ദേശീയ നദിയെ പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഗംഗയെ ദേശീയ നദിയെ പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഗംഗയുടെ പോഷക നദികൾ യമുന, രാംഗംഗ, സാഹിബി, ഗോമതി, ഗാഗ്ര, സോൺ, ഗാംഗ്ടക്, ബാഗ്മതി, കോസി, മഹാനന്ദ, ദോരഗി, അജോയ്, ദാമോദർ, രൂപ് നാരായൺ. ഏതൊക്കെ പോഷക നദികൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കണം? യമുന, രാംഗംഗ, സാഹിബി, ഗോമതി, ഘാഗ്ര, സോൺ, ഗാംഗ്ടക്, ബാഗ്മതി, കോസി, മഹാനന്ദ, ദോരഗി, അജോയ്, ദാമോദർ, രൂപ് നാരായൺ എന്നിവ ഏതിൻ്റെ പോഷക നദികളാണ്? ഗംഗയുടെ പോഷക നദിയാണ്. ഓർമ്മിക്കണം, ഗംഗയുടെ പോഷക നദികൾ യമുന, രാംഗംഗ, സാഹിബി, ഗോമതി, ഘാഗ്ര, സോൺ, ഗാംഗ്ടക്, ബാഗ്മതി, കോസി, മഹാനന്ദ, ദോരിക, അജോയ്, ദാമോദർ, രൂപ് നാരായൺ ഏതിൻ്റെ പോഷക നദിയാണ്? ഗംഗ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി. ബീഹാറിൻ്റെ ദുഃഖം കോസി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. ഓർമ്മിക്കണം, ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഓർമ്മിക്കണം, ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഖൊയാങ്ഖോ. ഓർമ്മിക്കണം, ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഖൊയാങ്ഖോ. ചുവന്ന നദി ഏതെന്നറിയപ്പെടുന്ന ഓർമ്മിക്കണം, റെഡ് റിവർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. ഓർമ്മിക്കണം, വൃദ്ധഗംഗ നദി ഏതാണ്? ഗോദാവരി. ദക്ഷിണ ഗംഗ കാവേരി. ഓർമ്മിക്കണം, ദക്ഷിണ ഗംഗ കാവേരി. ഗോവയുടെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മണ്ഡോവി. ഓർമ്മിക്കണം, ഗോവയുടെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മണ്ഡോവി. സിക്കിമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ടീസ്റ്റയാണ്. ഓർമ്മിക്കണം, സിക്കിമിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ടീസ്റ്റ. ആന്ധ്രാപ്രദേശിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. ഓർമ്മിക്കണം, ആന്ധ്രാപ്രദേശിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. ഗംഗയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹ. ഓർമ്മിക്കണം, ഗംഗയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹ. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന 5 നദികൾ അതൊക്കെയാണ്: ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി. ഓർമ്മിക്കണം, ധൗളി, ഗംഗ, പിണ്ടാർ. ഗംഗയുടെ ഉൽപ്പത്തി പ്രഭാവങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന 5 നദികൾ അതൊക്കെയാണ്: ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി, ഗംഗ, പിണ്ടാർ. ഗംഗയുടെ ഉൽപ്പത്തിയുടെ പ്രവാഹങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന 5 നദികൾ അതൊക്കെയാണ്: ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി, ഗംഗ, പിണ്ടാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ. ഗംഗയുടെ നീളം വളരെ എളുപ്പമായിട്ട് പഠിക്കാം. 25 കിലോമീറ്റർ പഠിക്കാം. അപ്പോൾ ഓർമ്മിക്കണം, 25 2525 കിലോമീറ്റർ. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ. നീളം 2525 കിലോമീറ്റർ. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? യമുന. ഓർമ്മിക്കണം, ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുനയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുന. അളകനന്ദ ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്ന്. ഓർമ്മിക്കണം, അളകനന്ദ ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്ന്. ഭഗീരഥയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്? ദേവപ്രയാഗ്. ഓർമ്മിക്കണം, ഭഗീരഥയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്? ദേവപ്രയാഗ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥി. ഓർമ്മിക്കണം, ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേരെന്താണ്? ഭഗീരഥി. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്ന അവിടെ വെച്ചാണ് ഹരിദ്വാറിൽ വെച്ച്. ഓർമ്മിക്കണം, ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്ന അവിടത്ത് ഹരിദ്വാറിൽ വെച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഗംഗയാണ്. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഗംഗ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ഓർമ്മിക്കണം, കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയുമായി ചേരുന്ന സ്ഥലം വാരണാസി. ഓർമ്മിക്കണം, വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയുമായി ചേരുന്ന സ്ഥലം വാരണാസി. ഗംഗയുടെ പോഷക നദികൾ ഓർമ്മിക്കണം: യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ എന്നിവ ഏതിൻ്റെ പോഷക നദികളാണ്? ഗംഗ. ഗംഗയും പോഷക നദികൾ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്. ഓർമ്മിക്കണം, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ. ഓർമ്മിച്ച് വെച്ചോണം, ഗംഗയും ഗംഗയുടെ പോഷക നദികൾ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ.
ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിന്. ഏകദേശം 1450 കിലോമീറ്റർ. ഓർമ്മിക്കണം, ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഏകദേശം 1450 കിലോമീറ്റർ. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? അമരാവതി. ഓർമ്മിക്കണം, അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? അമരാവതി. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരത്താണ്? മന്ദാകിനി. ഓർമ്മിക്കണം, കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? മന്ദാകിനി. ബദരിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരത്താണ്? അളകനന്ദ. നമ്മൾ ബദരിനാഥ് ഫിലിം കണ്ടവർക്ക് അറിയായിരിക്കും. ബദരിനാഥും അളകനന്ദ. ഓർമ്മിക്കണം, ബദരിനാഥ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? അളകനന്ദ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷകനദികൾ അതൊക്കെയാണ്? ചമ്പൽ, ബെദ്വ, കെൻ, സോൺ. ഓർമ്മിക്കണം, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷക നദികൾ അതൊക്കെയാണ്? ചമ്പൽ, ബെഡ്വ, കെൻ, സോൺ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷക നദികളൊക്കെയാണ്? ചമ്പൽ, ബെട്ടുവ, കെൻ, സോൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഓർമ്മിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഗംഗയും യമുനയും കൂടിച്ചേർന്ന് ഉടച്ച് അലഹബാദിൽ വെച്ച്. ഓർമ്മിക്കണം, ഗംഗയും യമുനയും കൂടിച്ചേർന്ന് ഉടച്ച് അലഹബാദിൽ വെച്ച് 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം എവിടെയാണ്? ത്രിവേണി സംഗമം നടക്കുന്ന എവിടെയാണ്? അലഹബാദ്. ഓർമ്മിക്കണം, 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അലഹബാദ്. ഇന്ത്യയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിൻ. ഓർമ്മിക്കണം, ഹരിദ്വാർ ഗംഗാ നദി, അലഹബാദ് ഗംഗ, നാസിക് ഏതാണ്? മഹാനദി. ഉജ്ജയിനി പട്ടണം ഏത് നദിയുടെ കരയിലാണ്? ക്ഷിപ്രയിലാണ്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. എത്ര വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേള? 6 വർഷം. ഓർമ്മിക്കണം, 6 വർഷം. സരസ്വതി, ഗംഗ, യമുന ഇവ മൂന്നും കൂടി ചേർന്ന് അറിയപ്പെടുന്നതാണ് ത്രിവേണി സംഗമം. ഓർമ്മിക്കണം, സരസ്വതി നദി, ഗംഗ, യമുന ഇവ 3 നദിയും കൂടി ചേരുന്ന സ്ഥലത്തോടെയാണ് ത്രിവേണി സംഗമം. യമുനയുടെ ഉത്ഭവസ്ഥാനോടെയാണ് യമുനോത്രി, ഉത്തരാഖണ്ഡ്. ഓർമ്മിക്കണം, യമുന നദിയുടെ ഉത്ഭവസ്ഥാനോടെയാണ് യമുനോത്രി, ഉത്തരാഖണ്ഡ്. യമുനയുടെ അപ്രോക്സിമേറ്റ് ഏകദേശ നീളം എത്രയാണ്? 1375-76 കിലോമീറ്റർ. ഓർമ്മിക്കണം, ഏകദേശം 1375-76 കിലോമീറ്റർ. യമുനയുടെ നീളം എത്രയാണ്? 1375-76 കിലോമീറ്റർ. പോഷക നദികൾ ചമ്പൽ, ബെദ്വ, കെൻ, ടോൺസ്. ഓർമ്മിക്കണം, യമുന നദിയുടെ പോഷക നദികൾ ചമ്പൽ, ബെദ്വ, കെൻ, ടോൺസ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുന. ഏത് പട്ടണത്തിലാണ്? ആഗ്രയാണ്. അപ്പോൾ ഓർമ്മിക്കണം, ആഗ്ര പട്ടണം ഏത് നദിയുടെ തീരത്താണ്? യമുന. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഏതാണ്? ഹൂഗ്ലിയാണ്. പരീക്ഷയ്ക്ക് തിരിച്ചും ചോദിക്കും, ഹൂഗ്ലി ഏതിൻ്റെ പോഷക നദിയാണ്? ഗംഗയുടെ. ഓർമ്മിക്കണം, പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഹൂഗ്ലി. കൽക്കത്ത പട്ടണം ഏത് നദിയുടെ കരയിലാണ്? ഹൂഗ്ലിയാണ്. ജലാങ് നദിയുമായി ചേർന്ന ശേഷം ഭാഗീരഥി അറിയപ്പെടുന്ന പേര് ഹൂഗ്ലി. ഓർമ്മിക്കണം, ജലാങ് നദിയുമായി ചേർന്ന ശേഷം ഭാഗീരഥി അറിയപ്പെടുന്ന പേര് ഹൂഗ്ലി. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ഏതാണ്? ദാമോദർ. ഓർമ്മിക്കണം, ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ഏതാണ്? ദാമോദർ. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ഹൂഗ്ലിയാണ്. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ഹൂഗ്ലി. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ട നദി ഏതാണ്? യമുനയാണ്. ഓർമ്മിക്കണം, പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ട നദി ഏതാണ്? യമുന. അമർഖണ്ഡക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? സോണാണ്. ഓർമ്മിക്കണം, അമർഖണ്ഡക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? സോൺ നദി. പാടലിപുത്രം ഏത് നദിയുടെ കരയിലാണ്? സോണാണ്. ഓർമ്മിക്കണം, പാടലിപുത്രത്തിൻ്റെ പുതിയ പേരാണ് പാട്ന. പാട്ന പട്ടണം ഏത് നദിയുടെ കരയിലാണ്? ഗംഗയുടെ പോഷക നദിയെ സോണിൻ്റെ കരയിലാണ്. ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് നമാമി ഗംഗ. ഓർമ്മിക്കണം, ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? നമാമി ഗംഗ. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുതേതാണ്? സോണാണ്. ഗംഗയുടെ തെക്ക് നിന്നുള്ള നദികളിൽ ഏറ്റവും വലുതേതാണ്? സോൺ നദി. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാൻഡ്. ഓർമ്മിക്കണം, സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാൻഡ്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? റിഹാൻഡിലാണ്. ഓർമ്മിക്കണം, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? റിഹാൻഡ് നദി. ചമ്പലിൻ്റെ പ്രധാന പോഷക നദിയാണ് ക്ഷിപ്ര. ഓർമ്മിക്കണം, ഉജ്ജയിനി പട്ടണം നമ്മൾ പറയും ക്ഷിപ്രയുടെ കരയിലാണ്. അപ്പോൾ ചമ്പലിൻ്റെ പ്രധാന പോഷക നദിയാണ് ക്ഷിപ്ര. പാട്നയ്ക്ക് അടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദിയേതാണ്? കോസിയാണ്. ഓർമ്മിക്കണം, പാട്നയ്ക്ക് അടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദിയേതാണ്? കോസി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയ നദിയേതാണ്? കോസിയാണ്. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയ നദിയേതാണ്? കോസി. രാമായണത്തിൽ തമസ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ്? ടോൺസ് ആണ്. ഓർമ്മിക്കണം, രാമായണത്തിൽ തമസ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയേതാണ്? ടോൺസ് നദി. രാമായണത്തിൽ സരയു എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയേതാണ്? ഗാഗ്ര. ഓർമ്മിക്കണം, രാമായണത്തിൽ സരയു എന്ന പരാമർശിക്കപ്പെടുന്ന നദിയേതാണ്? ഘാഗ്ര. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? കോസി പദ്ധതിയാണ്. ഓർമ്മിക്കണം, ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? കോസി പദ്ധതി.
കെൻ, സോൺ എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? കെയ്മൂർ മലനിരകൾ എവിടെയാണ്? മധ്യപ്രദേശാണ്. ഓർമ്മിക്കണം, കെൻ, സോൺ എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? കെയ്മൂർ മലനിരകൾ, മധ്യപ്രദേശ്. ഘാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മാനസ സരോവർ ഡാം തടാകം എവിടെയാണ്? ടിബറ്റിലാണ്. ഓർമ്മിക്കണം, ഘാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മാനസ സരോവർ തടാകം എവിടെയാണ്? ടിബറ്റ്. ഗംഗയ്ക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രസിദ്ധമായ അണക്കെട്ട് ഏതാണ്? ഫറാക്ക ബാരേജ്. ഓർമ്മിക്കണം, ഫറാക്ക ബാരേജ് എവിടെ നിന്ന് പരീക്ഷ ചോദിക്കാറുണ്ട്? വെസ്റ്റ് ബംഗാൾ. ഗംഗയ്ക്ക് കുറുകെ വെസ്റ്റ് ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രസിദ്ധമായ അണക്കെട്ട് ഏതാണ്? ഫറാക്ക ബാരേജ്. ഗംഗാ നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം ഏതാണ്? മഹാത്മാ ഗാന്ധി സേതു പാലം. പാട്ന നദിക്ക് കുറുകെ. ഓർമ്മിക്കണം, പാട്ന നദിക്ക് കുറുകെയാണ്. അപ്പോൾ ഗംഗാ നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം ഏതാണ്? ഓർമ്മിക്കണം, ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം ഏതാണ്? മഹാത്മാഗാന്ധി സേതു പാലം. ഏത് നഗരത്തിലാണ്? പാട്ന. ഏത് നദിക്ക് കുറുകെയാണ്? ഗംഗ. ഗംഗയ്ക്ക് കുറുകെ ഋഷികേശിലോടുള്ള പ്രസിദ്ധമായ രണ്ട് തൂക്കുപാലങ്ങൾ ഏതൊക്കെയാണ്? രാം തുംലയും ലക്ഷ്മൺ തുംലയും. ഓർമ്മിക്കണം, ഗംഗയ്ക്ക് കുറുകെയുള്ള ഋഷികേശിലുള്ള പ്രസിദ്ധമായ രണ്ട് തൂക്കുപാലങ്ങൾ ഏതൊക്കെയാണ്? രാം തുംലയും ലക്ഷ്മൺ തുംലയും. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഏതാണ്? ഭഗീരഥിയാണ്. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ ഗംഗയുടെ കൈവഴി ഏതാണ്? ഭഗീരഥി. കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ്. ഓർമ്മിക്കണം, കോർബറ്റ് അല്ലെങ്കിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഇന്ത്യയുടെ ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ്. ബംഗ്ലാദേശിൽ വച്ച് ഗംഗാ നദിയുമായി ചേരുന്ന നദികൾ അതൊക്കെയാണ്? ജമുന, മേഘ്ന. ഓർമ്മിക്കണം, ബംഗ്ലാദേശിൽ വച്ച് ഗംഗാ നദിയുമായി ചേരുന്ന നദികൾ അതൊക്കെയാണ്? ജമുന, മേഘ്ന. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയേതാണ്? ഗണ്ഡകി. ഓർമ്മിക്കണം, തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയേതാണ്? ഗണ്ഡകി. ഇന്ത്യൻ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? വാൽമീകി ദേശീയോദ്യാനം. ഓർമ്മിക്കണം, ഇന്ത്യൻ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? വാൽമീകി ദേശീയോദ്യാനം. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവവർഗം ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഓർമ്മിക്കണം, ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഓർമ്മിക്കണം, ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതാണ്? ഇന്ത്യയും ബംഗ്ലാദേശും. വർഷം 1996. ഓർമ്മിക്കണം, ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ അതൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശും. വർഷം 1996. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യ, പാകിസ്ഥാൻ. ഓർമ്മിക്കണം, സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യ, പാകിസ്ഥാൻ. പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. ഓർമ്മിക്കണം, ഗംഗയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. ഗംഗ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഗംഗാ സാഗർ ദ്വീപ്. ഓർമ്മിക്കണം, ഗംഗ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഗംഗാ സാഗർ ദ്വീപ്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986. ഓർമ്മിക്കണം, ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന നദി ഏതാണ്? ഗംഗയാണ്. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന നദി ഏതാണ്? ഗംഗാ നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. ഓർമ്മിക്കണം, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം ചെമ്മയുഗു സംഘ് ഹിമാനി. ഓർമ്മിക്കണം, ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം ചെമ്മയുഗു സംഘ് ഹിമാനി. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്റർ. ഓർമ്മിക്കണം, ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്റർ. ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരത്രയാണ് 916 കിലോമീറ്റർ. ഓർമ്മിക്കണം, ഔദ്യോഗിക കണക്ക് പ്രകാരം 729 725 കിലോമീറ്ററൊക്കെയാണ് കണക്ക്. ഓർമ്മിക്കണം, ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരത്രയാണ് 916. നമ്മൾ PSC ആൻസർ ഓർമ്മിക്കണം, 729 കിലോമീറ്റർ. ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഓർമ്മിക്കണം, ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ധോള സാദിയ. ഓർമ്മിക്കണം, ഫുബൻ ഹസാരിക പാലം. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ധോള സാദിയ എന്നറിയപ്പെടുന്ന ഫുബൻ ഹസാരിക പാലം. ധോള സാദിയ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയെ ലോക്ഹിത്തിലാണ്. ഓർമ്മിക്കണം, ധോള സാദിയ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയെ ലോക്ഹിത് അല്ലെങ്കിൽ ലോക്ഹിത് നദി. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഓർമ്മിക്കണം, ഹിമാലയൻ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നദീജന്യ ദ്വീപായ മജൂലി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഓർമ്മിക്കണം, അത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദി, ആസാം. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റയാണ്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? സുന്ദർബൻസ് ആണ്. ഓർമ്മിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? സുന്ദർബൻസ് കണ്ടൽക്കാട്. അതെവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. ഹിമാലയൻ നദികളിൽ പുല്ലിംഗ നാമധേയം ഉള്ള നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഓർമ്മിക്കണം, ഹിമാലയൻ നദികളിൽ പുല്ലിംഗ നാമധേയമുള്ള നദി ഏതാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഓർമ്മിക്കണം, ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശ്.
ബ്രഹ്മപുത്ര നദി ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? ചമ്പർ പർവ്വതം. ഓർമ്മിക്കണം, ചമ്പർവ. ബ്രഹ്മപുത്ര നദി ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? ചമ്പർവ. ഓർമ്മിക്കണം, ചമ്പർവ. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ കമോങ്, ധനുശ്രീ, ടീസ്റ്റ, ലോക്ഹിത്, ദിബാങ്, മാനസ്, സുബിൻസിരി. പരീക്ഷയ്ക്ക് സുബിൻസിരിയൊക്കെ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ അതൊക്കെയാണ് കാമോങ്, ധനുശ്രീ, ടീസ്റ്റ, ലോക്ഹിത്, ദിബാങ്, മാനസ്, സുബിൻസിരി. ഓർമ്മിക്കണം, ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ കമോങ്, ധനുശ്രീ, ടീസ്റ്റ, ലോക്ഹിത്, ദിബാങ്, മാനസ്, സുബിൻസിരി. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ കമോങ്, ധനുശ്രീ, ടീസ്റ്റ, ലോക്ഹിത്, ദിബാങ്, മാനസ്, സുബിൻസിരി. ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ടിബറ്റ്, ബംഗ്ലാദേശ്. ഓർമ്മിക്കണം, ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ടിബറ്റ്, ബംഗ്ലാദേശ്. ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനമാണ് ബംഗാൾ ഉൾക്കടൽ. ഓർമ്മിക്കണം, ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനമാണ് ബംഗാൾ ഉൾക്കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് നിർമ്മിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതൊക്കെ നദികൾ കൂടിച്ചേരുന്നിടത്താണ്? ഗംഗ, ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ആയ സുന്ദർബൻസ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏതൊക്കെ നദികൾ കൂടിച്ചേർന്നിടത്താണ്? ഗംഗ, ബ്രഹ്മപുത്ര. അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ഡിഹാങ് അല്ലെങ്കിൽ സിയാങ്. ഓർമ്മിക്കണം, അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ഡിഹാങ് അല്ലെങ്കിൽ സിയാങ്. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരിക. ഓർമ്മിക്കണം, ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരിക. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് സാങ്പോ. ഓർമ്മിക്കണം, ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് സാംബോ. ബ്രഹ്മപുത്ര ആസാമിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ദിബാങ്. ഓർമ്മിക്കണം, ബ്രഹ്മപുത്ര ആസാമിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ദിബാങ്. ആസാമിന് ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഭൂപൻ ഹസാരിക പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2017 മെയ് 26. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമായ ഭൂപൻ ഹസാരിക പാലം ഉദ്ഘാടനം ചെയ്തത് 2017 മെയ് 26 പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്ര കിലോമീറ്റർ ദൂരം? 9.1 കിലോമീറ്റർ. ഓർമ്മിക്കണം, എത്ര കിലോമീറ്റർ ദൂരം? 9.1 കിലോമീറ്റർ. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കിടയിലാണ് ആസാമിനും അരുണാചൽ പ്രദേശിനും ഇടയിൽ? ഓർമ്മിക്കണം, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കിടയിലാണ് ആസാമിനും അരുണാചൽ പ്രദേശിനും ഇടയിൽ? അയോധ്യ പട്ടണം ഏത് നദിയുടെ കരയിലാണ്? സരയു. അഹമ്മദാബാദ് ഏത് നദിയുടെ കരയിൽ? ഓർമ്മിക്കണം, ഗാന്ധിനഗറും അഹമ്മദാബാദും ഏത് നദിയുടെ കരയിലാണ്? സബർമതി. മധുര, തമിഴ്നാട്ടിലുള്ള മധുര ഏത് നദിയുടെ കരയിലാണ്? വൈഗ. മംഗലാപുരം, ഓർമ്മിക്കണം, മംഗലാപുരം ഏത് നദിയുടെ കരയിലാണ്? നേത്രാവതി. ഉജ്ജയിനി നമ്മൾ നേരത്തെ തുടങ്ങി, ഉജ്ജയിനി പട്ടണം ഏത് നദിക്കരയിലാണ്? ക്ഷിപ്ര. ഓർമ്മിക്കണം, മധ്യപ്രദേശിലെ ക്ഷിപ്ര നദിക്കരയിൽ. റൂർക്കേല, ഓർമ്മിക്കണം, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ബ്രാഹ്മണി അല്ലെങ്കിൽ ബ്രാഹ്മണി നദിക്കരയിൽ. ഓർമ്മിക്കണം, മുംബൈ പട്ടണം ഏത് നദിക്കരയിലാണ്? മിതി അല്ലെങ്കിൽ മാഹിം. ഓർമ്മിക്കണം, റൂർക്കേല ഏത് നദിയുടെ കരയിലാണ്? ബ്രാഹ്മണി നദിക്കരയിൽ. ഓർമ്മിക്കണം, ബ്രാഹ്മണി നദിക്കരയിൽ. കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗംഗ. ഓർമ്മിക്കണം, കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗംഗ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? സുന്ദർബൻസ്. ഓർമ്മിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? സുന്ദർബൻസ്. ഏത് സ്റ്റേറ്റിലാണ്? വെസ്റ്റ് ബംഗാൾ. ദേശീയ ജലപാത 1 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേസ് 1 ഏതൊക്കെ നഗരങ്ങൾ ബന്ധിപ്പിക്കുന്നു? അലഹബാദിനെയും ഹാൽഡിയും. ഓർമ്മിക്കണം, ഏത് നദിയിലാണ്? ഗംഗയിലാണ്. ദേശീയ ജലപാത അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേസ് 1 ഏതൊക്കെ നഗരങ്ങൾക്കിടയിലാണ്? അലഹബാദിനും ഹാൽഡിയയ്ക്കും ഇടയിൽ. ഏത് നദിയിലാണ്? ഗംഗാ നദി. മോത്തിഹാര വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓർമ്മിക്കണം, ഗംഗാ നദിയിലാണ്. മോത്തിഹാര വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഗംഗ. ഗംഗയുടെ പോഷക നദികൾ ഓർമ്മിക്കണം, യമുന, ഗോമതി, കോസി, ദാമോദർ, സോൺ, രാംഗംഗ, ഘാഗ്ര, രൂപ് നാരായൺ, ഗാണ്ഡക്. ഓർമ്മിക്കണം, ഗംഗയുടെ പോഷക നദികൾ യമുന, ഗോമതി, കോസി, ദാമോദർ, സോൺ, രാംഗംഗ, ഘാഗ്ര, രൂപ് നാരായൺ, ഗാണ്ഡക്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുന. ഓർമ്മിക്കണം, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുന. രാജ്ഘട്ട് ഏത് നദിയുടെ കരയിലാണ്? യമുന. ഓർമ്മിക്കണം, രാജ്ഘട്ട് ഏത് നദിയുടെ കരയിലാണ്? യമുന. റാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഓർമ്മിക്കണം, ചമ്പൽ. റാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചമ്പൽ. കോട്ട നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചമ്പലാണ്. ഓർമ്മിക്കണം, കോട്ട നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയിലാണ്? ചമ്പലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് ഫാൾസ് അല്ലെങ്കിൽ ജർസപ്പോ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദി. സ്റ്റേറ്റ് ഏതാണ്? കർണാടക. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് ഫാൾസ് അല്ലെങ്കിൽ ജർസപ്പോ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദി. ഏത് സ്റ്റേറ്റിലാണ്? കർണാടക. ഏത് ജില്ലയിലാണ്? ഷിമോഗ ജില്ല. ഓർമ്മിക്കണം, ഷിമോഗ ജില്ല. പനാജി പട്ടണം ഏത് നദിയുടെ കരയിലാണ്? മണ്ടോവി. ഓർമ്മിക്കണം, പനാജി പട്ടണം ഏത് നദിയുടെ കരയിലാണ്? മണ്ടോവി. സുവാരി നദി. ഓർമ്മിക്കണം, തൈറോക്കൽ നദി ഗോവയാണ്. സുവാരി നദി, തൈറോക്കൽ നദി ഏത് സ്റ്റേറ്റിലാണ്? ഗോവ. സുവാരി നദി ഓർമ്മിക്കുക, സുവാരി നദി. തെറോക്കോൾ നദി അല്ലെങ്കിൽ തെറോക്കോൾ നദി ഏത് സ്റ്റേറ്റിലാണ്? ഗോവ. ബെഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചിനാബ് നദി. ഏത് സ്റ്റേറ്റ്? ജമ്മു കാശ്മീർ. ഓർമ്മിക്കണം, ബെഗ്ലിഹാർ അണക്കെട്ട് ഏത് നദി? ചിനാബ് നദിയിൽ. ഏത് സ്റ്റേറ്റാണ്? ജമ്മു കാശ്മീർ. ഉഗായ് പദ്ധതി ഏത് നദിയിലാണ്? താപ്തി നദി. ഏത് സ്റ്റേറ്റാണ്? ഗുജറാത്ത്. ഓർമ്മിക്കണം, ഉഗായ് പദ്ധതി ഏത് നദിയിലാണ്? താപ്തി നദി. ഏത് സ്റ്റേറ്റ്? ഗുജറാത്ത്. അൽമാട്ടി അണക്കെട്ട് അല്ലെങ്കിൽ അൽമാട്ടി ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദി. ഏത് സ്റ്റേറ്റിലാണ്? കർണാടക. ഓർമ്മിക്കണം, അൽമാട്ടി അണക്കെട്ട് അല്ലെങ്കിൽ അൽമാട്ടി ഡാം ഏത് നദി? കൃഷ്ണ നദി. സ്റ്റേറ്റ് ഏതാണ്? കർണാടകം.
കൊയ്ന ഓർമ്മിക്കണം. കൊയ്ന ഏത് നദിയിലാണ്? കൊയ്ന നദിയിൽ തന്നെയാണ്. സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഓർമ്മിക്കണം. കൊയ്ന അണക്കെട്ട് ഏത് നദിയിലാണ്? കൊയ്ന നദി. സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദർ വാലി പ്രോജക്റ്റ്. വർഷം 1948. ഏത് മാതൃകയിലാണ്? അമേരിക്കയിലെ ഡെന്നിസ് വാലി അതോറിറ്റി മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദർ വാലി പ്രോജക്റ്റ്. ഇന്ത്യയിൽ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദർ വാലി പ്രോജക്റ്റ്. വർഷം 1948. ഏത് മാതൃകയിലാണ്? അമേരിക്കയിലെ ഡെന്നിസ് വാലി അതോറിറ്റി മാതൃക. ബെൻസാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? സോൺ. ഓർമ്മിക്കണം. ബെൻസാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? സോൺ. റിഹാൻഡ് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? സോൺ. ഓർമ്മിക്കണം. റിഹാൻഡ് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? സോൺ. ഗംഗയുടെ ഏറ്റവും വലിയ കൈവഴി ഏതാണ്? ഹൂഗ്ലി. ഓർമ്മിക്കണം. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ കൈവഴി ഏതാണ്? ഹൂഗ്ലി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഏതാണ്? ഹൗറ പാലം. ഓർമ്മിക്കണം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഏതാണ്? ഹൗറ പാലം. അത് ആദ്യപാലം വരെ രവീന്ദ്ര സേതു ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഏതാണ്? ഹൗറ പാലം. പഴയ പേര് രവീന്ദ്ര സേതു. ഓർമ്മിക്കണം. രവീന്ദ്ര സേതു പാലം ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. ഇന്ത്യൻ ഉപദ്വീപ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടം. ഓർമ്മിക്കണം. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെ? പശ്ചിമഘട്ടം. പ്രധാനപ്പെട്ട ഉപദ്വീപൻ നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, നർമ്മദ, മഹാനദി, താപ്തി, കൃഷ്ണ, കാവേരി. പരീക്ഷയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഓർഡർ ഔട്ട് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഓർമ്മിക്കണം. ഇന്ത്യയിലെ ഉപദ്വീപ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടം. ഉപദ്വീപ നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, നർമ്മദ, മഹാനദി, താപ്തി, കൃഷ്ണ, കാവേരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരി. ഓർമ്മിക്കണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരി. ഗോദാവരി അറിയപ്പെടുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. ഗോദാവരിയുടെ നീളം ഏകദേശം 1465 കിലോമീറ്റർ. ഓർമ്മിക്കണം. ഗോദാവരിയുടെ നീളം ഏകദേശം 1465 കിലോമീറ്റർ. ആന്ധ്രാപ്രദേശിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. ഓർമ്മിക്കണം. ആന്ധ്രാപ്രദേശിൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി. ഓർമ്മിക്കണം. പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി. ഏത് സ്റ്റേറ്റാണ്? ആന്ധ്രാപ്രദേശ്. ഓർമ്മിക്കണം. ആന്ധ്രാപ്രദേശ്. ഗോദാവരി നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഓർമ്മിക്കണം. ഗോദാവരിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഗോദാവരിയുടെ പോഷക നദികൾ അതൊക്കെയാണ്? ശബരി, ഇന്ദ്രാവതി, മഞ്ചീര, പൂർണ്ണ. ഏതിൻ്റെ പോഷക നദിയാണ്? ഗോദാവരി. ഓർമ്മിക്കണം. ശബരി, ഇന്ദ്രാവതി, മഞ്ചീര, പൂർണ്ണ. ഏതിൻ്റെ പോഷക നദിയാണ്? ഗോദാവരി. ഓർമ്മിക്കണം. ശബരി, ഇന്ദ്രാവതി, മഞ്ചീര, പൂർണ്ണ. ഏതിൻ്റെ പോഷക നദിയാണ്? ഗോദാവരി. ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മണ്ഡോവി. ഓർമ്മിക്കണം. ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മണ്ഡോവി. ഉപദ്വീപ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. ഓർമ്മിക്കണം. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. നർമ്മദയുടെ ഏകദേശ നീളം 1312 കിലോമീറ്റർ. ഓർമ്മിക്കണം. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. നർമ്മദയുടെ ഏകദേശ നീളം 1312 കിലോമീറ്റർ. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അമർകണ്ടക് ഗുഹ. ഓർമ്മിക്കണം. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അമർകണ്ടക് ഗുഹ. ഫ്രംസ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ. അല്ലെങ്കിൽ റിഫ്റ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ. ഓർമ്മിക്കണം. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ. ഓംകരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? നർമ്മദ. സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ്. ഓർമ്മിക്കണം. ഓംകരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? നർമ്മദ. സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി ഏതാണ്? നർമ്മദയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായി വിഭജിക്കുന്ന നദി ഏതാണ്? നർമ്മദ. രേവ, ജൂതശങ്കരി എന്നിവ ഏതിൻ്റെ പോഷക നദിയാണ്? നർമ്മദയാണ്. ഓർമ്മിക്കണം. രേവ, ജൂതശങ്കരി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? നർമ്മദ. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. ഓർമ്മിക്കണം. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് നർമ്മദ. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനം ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഓർമ്മിക്കണം. നർമ്മദ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഷേർ, താവ, ഹിരൺ. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് പോഷക നദികൾ. ഷേർ, താവ, ഹിരൺ ഏതിൻ്റെ പോഷക നദിയാണ്? നർമ്മദ. ഓർമ്മിക്കണം. ഷേർ, താവ, ഹിരൺ ഏതിൻ്റെ പോഷക നദിയാണ്? നർമ്മദ. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് നദിയിലാണ്? നർമ്മദയാണ്. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് നദിയിലാണ്? നർമ്മദ. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി ഏതാണ്? നർമ്മദയാണ്. ഓർമ്മിക്കണം. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി ഏതാണ്? നർമ്മദ. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ നിലനിർത്തിയിരിക്കുന്നത് ഏത് നദിയിലാണ്? നർമ്മദയിലാണ്. ഓർമ്മിക്കണം. സർദാർ സരോവർ പദ്ധതി അല്ലെങ്കിൽ ഡാം നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിയിലാണ്? നർമ്മദ. സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓർമ്മിക്കണം. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇത് സ്ഥാപിച്ചതാരാണ്? മേധ പട്കർ. കൻഹ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നദീതീരം ഏതാണ്? നർമ്മദയാണ്. ഓർമ്മിക്കണം. കൻഹ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? നർമ്മദ. ഡിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരം ഏതാണ്? നർമ്മദയാണ്. ഓർമ്മിക്കണം. ഡിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരം ഏതാണ്? നർമ്മദ. ദേശീയ കുടിവെള്ള
പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1991 ഓർമ്മിക്കണം. ദേശീയ കുടിവെള്ള പദ്ധതി ആരംഭിച്ച വർഷം 1991. സൗരാഷ്ട്ര മേഖലയിലെ വരൾച്ച തടയുന്നതിന് നർമ്മദ നദിയിലെ വെള്ളം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വൻ ജലസേചന പദ്ധതി ഏതാണ്? സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പദ്ധതി ഓർമ്മിക്കണം. സൗരാഷ്ട്ര മേഖലയിലെ വരൾച്ച തടയുന്നതിനായി നർമ്മദ നദിയിലെ വെള്ളം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വൻ ജലസേചന പദ്ധതി ഏതാണ്? സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പദ്ധതി. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ അതൊക്കെയാണ്? ഇന്ദിരാ സാഗർ, സർദാർ സരോവർ, ഓംകരേശ്വർ ഓർമ്മിക്കണം. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ അതൊക്കെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ അതൊക്കെയാണ്? ഇന്ദിരാ സാഗർ, സർദാർ സരോവർ, ഓംകരേശ്വർ. നർമ്മദ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടൽ ഓർമ്മിക്കണം. നർമ്മദ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടൽ. ആരവല്ലി പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കാംബൈ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? സബർമതി ഓർമ്മിക്കണം. ആരവല്ലി പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കാംബെ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? സബർമതി. ഫ്രംസത്ത് താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ നദി ഏതാണ്? താപ്തിയാണ് ഓർമ്മിക്കണം. ഫ്രംസത്ത് താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദി ഏതാണ്? താപ്തി. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? താപ്തിയാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? താപ്തി. ഗോദാവരി, നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താപ്തിയാണ്. ഗോദാവരി, നർമ്മദ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താപ്തി. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം ഏതാണ്? സൂററ്റ്. പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിക്കും. സൂററ്റ് പട്ടണം ഏത് നദിയുടെ തീരത്താണ്? താപ്തി. ഏത് സ്റ്റേറ്റാണ്? ഗുജറാത്ത്. ഈ താപ്തി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ അതൊക്കെയാണ്? സുഗി, അരുണാവതി, ഗിർണ. പരീക്ഷയ്ക്ക് ഒരിക്കലും മറക്കാതെ പഠിക്കണം ഈ പോഷക നദികൾ. സുഗി, അരുണാവതി, ഗിർണ ഏതിൻ്റെ പോഷക നദിയാണ്? താപ്തിയാണ്. സുഗി, അരുണാവതി, ഗിർണ ഏതിൻ്റെ പോഷക നദിയാണ്? താപ്തി. പ്രധാന ജലവൈദ്യുത പദ്ധതി അതൊക്കെയാണ്? കാക്രപ്പാറ, ഉദ്ഗായ് ഓർമ്മിക്കണം. കാക്രപ്പാറ, ഉദ്ഗായ് പദ്ധതികൾ ഏത് നദിയിലാണ്? താപ്തിയിലാണ് ഓർമ്മിക്കണം. കാക്രപ്പാറ, ഉദ്ഗായ് പദ്ധതികൾ ഏത് നദിയിലാണ്? താപ്തി നദി. താപ്തി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടൽ ഓർമ്മിക്കണം. താപ്തി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടൽ. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഓർമ്മിക്കണം. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഓർമ്മിക്കണം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഒറീസയുടെ പ്രധാന നദി ഏതാണ്? ഓർമ്മിക്കണം. ഒറീസയുടെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. പാരാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓർമ്മിക്കണം. മഹാനദി. മഹാനദിയുടെ ഏകദേശ നീളം 858 കിലോമീറ്റർ ഓർമ്മിക്കണം. 858 കിലോമീറ്റർ. മഹാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ല് ഏതിൻ്റെ പോഷക നദിയാണ്? മഹാനദി ഓർമ്മിക്കണം. മഹാനദിയുടെ പ്രധാന പോഷക നദികൾ അതൊക്കെയാണ്? ഇബ്, ടെല്ല്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ് പുഴ ഓർമ്മിക്കണം. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ് പുഴ. 1998 ഷിയോനാഥ് ജലത്തിൻ്റെ ഉടമസ്ഥാവകാശം നേടിയെടുത്ത വ്യവസായിയാരാണ്? കൈലാസ് സോണിയാണ് ഓർമ്മിക്കണം. ആ ഷിയോനാഥ് പുഴ വിലയ്ക്ക് വാങ്ങിയ വ്യക്തിയാരാണ്? കൈലാസ് സോണി. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഷിയോനാഥ് പുഴയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഷിയോനാഥ് പുഴ. ഏഷ്യയിലേറ്റ നീളം കൂടിയ ഡാം ഏതാണ്? ഹിരാക്കുട്ടാണ് ഓർമ്മിക്കണം. ഏഷ്യയിലേറ്റ നീളം കൂടിയ ഡാം ഏതാണ്? ഹിരാക്കുട്ട്. ഏത് നദിയിലാണ്? മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദിയാണ്. നിള, പേരാർ, പൊന്നാനിപ്പുഴ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഓർമ്മിക്കണം. നിള, പേരാർ, പൊന്നാനിപ്പുഴ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ. ചൂർണി, പൂർണ്ണ, കാലടിപ്പുഴ, ആലുവ പുഴ, മലയാറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. ചലത്തിൻ്റെ പഴയകാല പേര് വിദാസ്ത. ചിനാബ് എന്നറിയപ്പെടുന്നത് അസ്കിനി. രബി എന്നറിയപ്പെടുന്ന നദിയുടെ പഴയ പേര് പരുഷുണി. ബിയാസ് എന്നറിയപ്പെടുന്നത് വിപാസ. സദ്ലജ് എന്നറിയപ്പെടുന്നത് ശതദ്രു. ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത് ലൗഹിത്യം. യമുന എന്നറിയപ്പെടുന്നത് കാളിന്തി. നർമ്മദയുടെ ആദ്യകാല പേര് രേവ. പമ്പ എന്നറിയപ്പെടുന്ന നദിയുടെ പഴയകാല പേര് ബാരിസ് ഓർമ്മിക്കണം. ജലത്തിൻ്റെ ആദ്യകാല നാമം വിദാസ്ത. ചിനാബ് എന്നറിയപ്പെടുന്നത് അസ്കിനി. രവി എന്നറിയപ്പെടുന്നത് പരുഷുണി. ബിയാസ് എന്നറിയപ്പെടുന്നത് വിപാസ. സദ്ലജ് എന്നറിയപ്പെടുന്നത് ശതദ്രു. ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത് ലൗഹിത്യ. യമുന എന്നറിയപ്പെടുന്നത് കാളിന്തി. നർമ്മദ എന്നറിയപ്പെടുന്നത് രേവ. പമ്പ എന്നറിയപ്പെടുന്ന നദിയുടെ പഴയകാല പേരാണ് ബാരിസ് ഓർമ്മിക്കണം. ചലം എന്നറിയപ്പെടുന്ന നദിയുടെ പഴയകാല പേര് വിദാസ്ത. ചിനാബ് അസ്കിനി. രവി പരുഷണി. ബിയാസ് എന്നറിയപ്പെടുന്നത് വിപാസ. സദ്ലജ് എന്നറിയപ്പെടുന്നത് ശതദ്രു. ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത് ലൗഹിത്യ. യമുന എന്നറിയപ്പെടുന്നത് കാളിന്തി. നർമ്മദ എന്നറിയപ്പെടുന്നത് രേവ. പമ്പ എന്നറിയപ്പെടുന്നതിൻ്റെ പഴയകാല പേര് അതാണ് ബാരിസ്. മഹാനദി ഒഴുകുന്നത് ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ്? ഒറീസ, ഛത്തീസ്ഗഡ് ഓർമ്മിക്കണം. മഹാനദി ഒഴുകുന്നത് ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ്? ഒറീസ, ഛത്തീസ്ഗഡ്. ഹിരാക്കുട്ട് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് ഓർമ്മിക്കണം. മഹാനദിയിൽ ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. വർഷം 1957 ഓർമ്മിക്കണം. ഹിരാക്കുട്ട് അണക്കെട്ട് മഹാനദി ഒഡീഷയിൽ ഉദ്ഘാടനം നടത്തിയത് ജവഹർലാൽ നെഹ്റു. വർഷം 1957. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി ഓർമ്മിക്കണം. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി.
കട്ടക്ക്, സാമ്പൽപൂർ എന്നിവ ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. ഓർമ്മിക്കണം, കട്ടക്ക് പട്ടണം, സാമ്പൽപൂർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കട്ടക്കിലാണ്. ഓർമ്മിക്കണം, ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കട്ടക്ക്. തേൽന ഏതിൻ്റെ പോഷക നദിയാണ്? മഹാനദി. ഓർമ്മിക്കണം, തേൽന ഏതിൻ്റെ പോഷക നദിയാണ്? മഹാനദി. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയായ ഷിയോനാഥ് പുഴ ഏത് സ്റ്റേറ്റിലാണ്? ഛത്തീസ്ഗഡിലാണ്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയായ നാഥ് പുഴ ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡ്. ഓർമ്മിക്കണം, ഷിയോനാഥ് പുഴ ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡ്. തെലുങ്ക് ഗംഗ, പാതാള ഗംഗ, അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണാനദി. ഓർമ്മിക്കണം, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ, അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണഗംഗ. ഉപദ്വീപിയൻ നദികളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി ഏതാണ്? കൃഷ്ണയാണ്. ഓർമ്മിക്കണം, ഉപദ്വീപിയൻ നദികളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി ഏതാണ്? കൃഷ്ണ നദി. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണയാണ്. ഓർമ്മിക്കണം, മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദി. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ അണക്കെട്ടിലെ നാഗാർജുന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. ഓർമ്മിക്കണം, ആന്ധ്രാപ്രദേശിലെ നാഗാർജുന അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ. ഇന്ത്യയിൽ ആദ്യത്തെ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യത്തെ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണയിലാണ്. ഓർമ്മിക്കണം, അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ നദി. നദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ മലകളിൽ നിന്ന്. ഓർമ്മിക്കുന്ന കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ മലകളിൽ നിന്ന്. കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ അതൊക്കെയാണ്? തുംഗഭദ്ര, മാലപ്രഭ, കൊയ്ന, വാസ്ത, പാഞ്ച്ഗംഗ, ദൂദ്ഗംഗ, ഗാന്ധപ്രഭ, യാർല, മുസി, ഭീമ എന്നിവ ഏതിൻ്റെ പോഷക നദികളാണ്? അത് കൃഷ്ണ നദിയുടെയാണ്. ഓർമ്മിക്കണം, കൃഷ്ണ നദിയുടെ പോഷക നദികൾ അതൊക്കെയാണ്. കഴിയുമ്പോൾ അടുത്ത കാലത്തൊരു പരീക്ഷ ചോദ്യമാണ് ഭീമ ഏതിൻ്റെ പോഷക നദി കണ്ടിട്ടുണ്ട്? അത് കൃഷ്ണയായിട്ടാണ്. ഓർമ്മിക്കണം, തുംഗഭദ്ര, മാലപ്രഭ, കൊയ്ന, വാസ്ത, പാഞ്ച്ഗംഗ, ദൂദ്ഗംഗ, ഗാന്ധപ്രഭ, യാർല, മുസി, ഭീമ ഏതിൻ്റെ പോഷക നദിയിലാണ്? ഓർമ്മിക്കണം, കൃഷ്ണയുടെ പോഷക നദിയാണ്. ഓർമ്മിക്കണം, തുംഗഭദ്ര, മാലപ്രഭ, കൊയ്ന, വാസ്ത, പാഞ്ച്ഗംഗ, ദൂദ്ഗംഗ, ഗാന്ധപ്രഭ, യാർല, മുസി, ഭീമ എന്നിവ ഏതിൻ്റെ പോഷക നദിയാണ്? കൃഷ്ണയുടെ പോഷക നദിയാണ്. കൃഷ്ണയുടെ ഏകദേശ നീളം 1290 കിലോമീറ്റർ. ഓർമ്മിക്കണം, കൃഷ്ണ നദിയുടെ നീളം 1290 കിലോമീറ്റർ. കൃഷ്ണ നദീജല തർക്കമുള്ള സംസ്ഥാനം ഓർമ്മിക്കണം, കർണാടകയും ആന്ധ്രയുമാണ്. കൃഷ്ണ നദീജല തർക്കമുള്ള സംസ്ഥാനങ്ങൾ കർണാടകയും ആന്ധ്രയും. കൃഷ്ണ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. ഓർമ്മിക്കണം, കൃഷ്ണ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് ഏത് നദിയിലാണ്? കൃഷ്ണ നദി. ഓർമ്മിക്കണം, തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് ഏത് നദിയിലാണ്? കൃഷ്ണ നദി. തെലുങ്ക് ഗംഗ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം ചെന്നൈ നഗരത്തിലേക്ക് ജലമെത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? തെലുങ്ക് ഗംഗ പ്രോജക്റ്റ്. ഓർമ്മിക്കണം, തെലുങ്ക് ഗംഗ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം ചെന്നൈ നഗരത്തിലേക്ക് ജലമെത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് ഏത് നദിയിലാണ്? കൃഷ്ണ നദി. ഇന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. ഓർമ്മിക്കണം, ഇന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ. നാഗാർജുന സാഗർ അണക്കെട്ട് ഓർമ്മിക്കണം, നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ. നാഗാർജുന ശ്രീശൈലം ഓർമ്മിക്കണം, അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. ഓർമ്മിക്കണം, ആന്ധ്രാപ്രദേശ്. ഏത് സ്റ്റേറ്റിലാണ്? കർണാടകത്തിലാണ്. ഓർമ്മിക്കണം, അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ കൃഷ്ണ നദി. വിജയവാഡ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. ഓർമ്മിക്കണം, വിജയവാഡ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ നദി. ശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി മഠം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദിക്കരയിൽ. ഓർമ്മിക്കണം, ശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി മഠം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയിലാണ്? തുംഗഭദ്ര നദിക്കരയിൽ. വിജയനഗരത്തിൻ്റെ അവശേഷങ്ങൾ കണ്ടെടുത്ത കർണാടകത്തിലെ സ്ഥലം ഏതാണ്? ഹംപി. ഹംപി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയിലാണ്? തുംഗഭദ്ര നദിക്കരയിലാണ്. ഓർമ്മിക്കണം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശേഷങ്ങൾ കണ്ടെടുക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ഹംപി. ഹംപി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയിലാണ്? തുംഗഭദ്ര നദിക്കരയിൽ. ഹൈദരാബാദ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയിലാണ്? മുസി. ഓർമ്മിക്കണം, ഹൈദരാബാദ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ കരയാണ്? മുസി. അതുപോലെ ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. ചാർമിനാറും ഏത് നദിയുടെ കരയിലാണ്? മുസി നദിയുടെ കരയിലാണ്. കർണാടകത്തിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി. ഓർമ്മയുടെ കർണാടകത്തിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി. കാവേരിയുടെ നീളത്തിലാണ് 765 കിലോമീറ്റർ. ഓർമ്മിക്കണം, കാവേരിയുടെ നീളത്തിലാണ് 765 കിലോമീറ്റർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അണക്കെട്ട് നിർമ്മിച്ചത് ഓർമ്മിക്കണം, കാവേരി നദിയിൽ AD 1-ാം നൂറ്റാണ്ടിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അണക്കെട്ട് നിർമ്മിച്ചത് ഏത് നദി? അത് കാവേരി നദിയിൽ 1-ാം നൂറ്റാണ്ടിൽ. ഇന്ത്യയിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ഓർമ്മിക്കണം, കാവേരി നദി. വർഷം 1902. ഏത് പദ്ധതിയാണ്? ശിവസമുദ്രം പദ്ധതി. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് കാവേരി നദിയിൽ 1902. പദ്ധതി അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ പേര് ശിവസമുദ്രം. കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഓർമ്മിക്കണം, ഏത് നദിയിലാണ്? അത് കാവേരി നദിയിലാണ്. കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദി? കാവേരി നദി. കാവേരിയുടെ പ്രധാന പോഷക നദികൾ കബനി, ഭവാനി, അമരാവതി. ഓർമ്മിക്കണം, കാവേരിയുടെ പ്രധാന പോഷക നദികൾ കബനി, ഭവാനി, അമരാവതി.
കാവേരി നദീജല തർക്കം പരിഹരിക്കാനുള്ള കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 1990. ഓർമ്മിക്കണം, കാവേരി നദീജല തർക്ക പരിഹരിക്കാനുള്ള കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 1990. ഇന്ത്യയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവസമുദ്രം, വർഷം 1902. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവസമുദ്രം, വർഷം 1902. കാവേരി നദിയിൽ ആദ്യത്തെ അണക്കെട്ടിൻ്റെ അറിയപ്പെടുന്ന പേര്, ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട്. ഓർമ്മിക്കണം, കാവേരി നദിയിലെ ആദ്യ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഏതാണ്? ഗ്രാൻഡ് അണക്കെട്ട്. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. ഓർമ്മിക്കണം, തമിഴ്നാട്. ഓർമ്മിക്കണം, ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു. ഓർമ്മിക്കണം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന്. ഓർമ്മിക്കണം, സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന്. നദിയുടെ ആകെ നീളം 2900 കിലോമീറ്റർ. ഓർമ്മിക്കണം, സിന്ധു നദിയുടെ ആകെ നീളം 2900 കിലോമീറ്റർ. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എത്ര ദൂരമാണ്? 709 കിലോമീറ്റർ. ഓർമ്മിക്കണം, സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ. സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പരിവേഷണകാരനാണ് സ്വൈൻ ഹെഡിൻ. ഓർമ്മിക്കണം, സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പരിവേഷണകാരനാണ് സ്വൈൻ ഹെഡിൻ. സിന്ധു നദി സംസ്കൃതത്തിൽ അർത്ഥം ഓർമ്മിക്കണം സമുദ്രം അല്ലെങ്കിൽ നദി. സിന്ധു നദി എന്ന സംസ്കൃതത്തിൽ പദത്തിന് അർത്ഥം സമുദ്രം അല്ലെങ്കിൽ നദി. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദി ഏതാണ്? സിന്ധു. ഓർമ്മിക്കണം, ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദി ഏതാണ്? സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഏത് നദിയിലാണ്? സിന്ധുവിലാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഏത് നദിയിലാണ്? സിന്ധു. പാകിസ്ഥാനിലെ സിന്ധു നദി നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ഏതാണ്? ടർബൈല. ഓർമ്മിക്കണം, ടർബൈല ഡാം. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ഏതാണ്? ടർബൈല ഡാം. സിന്ധു നദി, സിന്ധു, സരസ്വതി, ചലം, ചിനാബ്, ബിയാസ്, സത്ലജ്, രവി എന്നിവ ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് സപ്തസിന്ധു. ഓർമ്മിക്കണം, സിന്ധു, സരസ്വതി, ചലം, ബിയാസ്, ചിനാബ്, സത്ലജ്, രവി എന്നിവ അറിയപ്പെടുന്ന പേര് സപ്തസിന്ധു. ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെടുന്ന 7 പുണ്യ നദികൾ അറിയപ്പെടുന്ന പേര് സപ്തസിന്ധു. ഓർമ്മിക്കണം, ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെടുന്ന 7 പുണ്യ നദികൾ അറിയപ്പെടുന്ന പേര് സപ്തസിന്ധു. നദികൾ അതൊക്കെയാണ് സിന്ധു, സരസ്വതി, ചലം, ബിയാസ്, ചിനാബ്, സത്ലജ്, രവി. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19. ഓർമ്മിക്കണം, സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19. എവിടെ വെച്ചാണ് ഒപ്പുവെച്ചത്? കറാച്ചിയിൽ വെച്ച്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. ആരൊക്കെ തമ്മിലായിരുന്നു? ജവഹർലാൽ നെഹ്റു, അയൂബ് ഖാൻ തമ്മിൽ. ആരുടെ മധ്യസ്ഥതയിലായിരുന്നു? വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സത്ലജ്, ബിയാസ്, രവി. ഓർമ്മിക്കണം, സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സത്ലജ്, ബിയാസ്, രവി. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സിന്ധു, ചലം, ചിനാബ്. ഓർമ്മിക്കണം, സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സിന്ധു, ചലം, ചിനാബ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ഓർമ്മിക്കണം കാശ്മീരിലെ നങ്ങ പർവ്വതത്തിൽ വെച്ചാണ്. ഓർമ്മിക്കണം, സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് കാശ്മീരിലെ നങ്ങ പർവ്വതത്തിൽ വെച്ചു. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദിയുടെ തീരത്താണ്. ഓർമ്മിക്കണം, മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദിയുടെ തീരത്ത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു. പാകിസ്ഥാൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി, പാകിസ്ഥാൻ്റെ ദേശീയ നദി എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധുവാണ്. പഞ്ചനദികളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? പഞ്ചാബ്. സിന്ധുവിൻ്റെ പോഷക നദികൾ അതൊക്കെയാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓർമ്മിക്കണം, സിന്ധുവിൻ്റെ പോഷക നദികൾ അതൊക്കെയാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്ന പ്രധാന സ്ഥലം ഏതാണ്? ലഡാക്ക്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്ന പ്രധാന സ്ഥലം ഏതാണ്? ലഡാക്ക്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യൻ പട്ടണം ഏതാണ്? ലേയാണ്. ഓർമ്മിക്കണം, സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ്? ലേ പട്ടണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ പടിഞ്ഞാറുള്ള നദി ഏതാണ്? സിന്ധു. ഓർമ്മിക്കണം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ഏതാണ്? സിന്ധു നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ്. ഓർമ്മിക്കണം, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദി. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീരാണ്. ഓർമ്മിക്കണം, സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ബിയാസ് ആണ്. ഓർമ്മിക്കണം, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ബിയാസ് നദി. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? ബിയാസ് ആണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ബിയാസ് നദി. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? ബിയാസ് നദി. ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? റോക്തങ് ചുരം. ഓർമ്മിക്കണം, റോക്തങ് ചുരം. ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? റോക്തങ് ചുരം. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബിയാസിലാണ്. ഓർമ്മിക്കണം, പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബിയാസ് നദി.
വേദങ്ങളിൽ അർജിക്കുജ എന്ന് വിശേഷിക്കപ്പെടുന്ന നദി ഏതാണ്? ബിയാസ് എന്ന് ഓർമ്മിക്കുന്നത്. വേദങ്ങളിൽ അർജിക്കുജ എന്ന് വിശേഷിക്കപ്പെടുന്ന നദി ഏതാണ്? ബിയാസ് നദി. കാംകോ, കുളു, മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബിയാസ് നദിയാണ്. കാംകോ, കുളു, മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബിയാസ് നദി. രവി ബിയാസ് നദീജല ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 1986. ഓർമ്മിക്കണം. രവി ബിയാസ് നദീജല ട്രൈബ്യൂണൽ സ്ഥാപിത വർഷം 1986. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ്. ഓർമ്മിക്കണം. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബിയാസ് നദി. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി ഏതാണ്? സത്ലജ് ആണ്. ഓർമ്മിക്കണം. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി ഏതാണ്? സത്ലജ് നദി. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് ജലം എത്തിക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? സത്ലജ് നദിയിൽ നിന്നാണ്. ഓർമ്മിക്കണം. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി ഏതാണ്? സത്ലജ് നദി. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് ജലം എത്തിക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? സത്ലജ് നദിയിൽ നിന്നും. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? സത്ലജ് നദിയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? സത്ലജ് നദി. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതി ഏതാണ്? സത്ലജ് പദ്ധതിയാണ്. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതി ഏതാണ്? സത്ലജ് പദ്ധതി. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡോസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സത്ലജ് ആണ്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സത്ലജ് നദി. ചന്ദ്ര, ഭാഗ എന്നീ നദികൾ യോജിപ്പിച്ച് രൂപം കൊള്ളുന്ന നദി ഏതാണ്? ചിനാബ് നദിയാണ്. ചന്ദ്ര, ഭാഗ എന്നീ നദികൾ യോജിപ്പിച്ച് രൂപം കൊള്ളുന്ന നദി ഏതാണ്? ചിനാബ് നദി. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. ഓർമ്മിക്കണം. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് ഏത് നദിയിലാണ്? ചിനാബ് നദി. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ഏതാണ്? ബഗ്ലിഹാർ അണക്കെട്ട്. ഓർമ്മിക്കണം. ബഗ്ലിഹാർ അണക്കെട്ട് ഏത് സ്റ്റേറ്റിലാണ്? ജമ്മു കാശ്മീർ. ഏത് നദിയിലാണ്? ചിനാബ് നദി. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ്. ഓർമ്മിക്കണം. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് നദി. രവി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കുളു മലനിരകളിലാണ്. ഓർമ്മിക്കണം. നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളു മലനിരകൾ. ഓർമ്മിക്കണം. രവി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കുളു മലനിരകൾ. തെയിൻ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? രവി നദിയിലാണ്. ഓർമ്മിക്കണം. തെയിൻ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? രവി. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന ഓർമ്മിക്കണം. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. ഓർമ്മിക്കണം. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവി. നൂർജഹാന്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? രവിയുടെ തീരത്താണ്. നൂർജഹാന്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? രവി. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? രവിയാണ്. ഓർമ്മിക്കണം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ ഹാരപ്പ നിലനിൽക്കുന്ന ഏത് നദിയുടെ തീരത്താണ്? രവി. കാശ്മീരിലെ ഊളാർ തടാകത്തിലേക്ക് എത്തിച്ചേരുന്ന ഏത് നദിയാണ്? ചലമാണ്. കാശ്മീരിലെ ഊളാർ തടാകത്തിലേക്ക് ഒഴുകി എത്തിച്ചേരുന്ന നദി ഏതാണ്? ചലം നദി. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ചലമാണ്. ഓർമ്മിക്കണം. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ചലം. നദിയുടെ ആദ്യകാല നാമം ഇൻഡസ്. ഓർമ്മിക്കണം. സിന്ധു നദിയുടെ ആദ്യകാല നാമം ഇൻഡസ്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓർമ്മിക്കണം. സിന്ധു. മോഹൻജദാരോ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സിന്ധു. സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്ന അവിടെ വെച്ച് കറാച്ചിയിൽ വെച്ച്. ഓർമ്മിക്കണം. സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്ന അവിടെ വെച്ച് കറാച്ചിയിൽ വെച്ച്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ എയർപോർട്ട് ഏത് നദിക്കരയിലാണ്? സിന്ധു. ഓർമ്മിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓർമ്മിക്കണം. ഏത് നദിയുടെ തീരത്താണ്? ഓർമ്മിക്കണം. സിന്ധു. സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഓർമ്മിക്കണം. സിന്ധു നദി. ടർബൈല ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സിന്ധു. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സത്ലജ്. ഓർമ്മിക്കണം. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സത്ലജ്. ഉത്ഭവസ്ഥാനം എവിടെയാണ്? ടിബറ്റ്. വേദകാലത്ത് ശതദ്രു എന്നറിയപ്പെട്ട നദി ഏതാണ്? സത്ലജ്. ഓർമ്മിക്കണം. വേദകാലത്ത് ശതദ്രു എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സത്ലജ്. ലുധിയാന, ഫിറോസ്പൂർ എന്നിവ ഏത് നദിയുടെ കരയിലാണ്? സത്ലജ്. ഓർമ്മിക്കണം. ലുധിയാന പട്ടണം, ഫിറോസ്പൂർ പട്ടണം ഏത് നദിക്കരയിലാണ്? സത്ലജ്. സിന്ധു നദീതട പ്രദേശമായ രൂപാർ സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സത്ലജ്. ഓർമ്മിക്കണം. സിന്ധു നദീതട പ്രദേശമായ രൂപാർ സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സത്ലജ് നദി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടായ ഫക്രാനഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദി. പഞ്ചമം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടായ ഫക്രാനഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദി. ഏത് സ്റ്റേറ്റിലാണ് ഫക്രാനഗൽ പദ്ധതി? ഓർമ്മിക്കണം. ഫക്രാനഗൽ സത്ലജ് നദി, പഞ്ചാബ്. വേദകാലത്ത് വിദാസ്ത എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചലം. ഓർമ്മിക്കണം. വേദകാലത്ത് വിദാസ്ത എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചലം. ഉത്ഭവസ്ഥാനം എവിടെയാണ്? കാശ്മീർ. ഓർമ്മിക്കണം. വേദകാലത്ത് വിദാസ്ത എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചലം നദി. ഉത്ഭവസ്ഥാനം എവിടെയാണ്? കാശ്മീർ. BC 326 അലക്സാണ്ടറും ഓർമ്മിക്കണം. അലക്സാണ്ടർ പങ്കെടുത്ത യുദ്ധം ഏതാണ്? ഹൈഡസ്പസ് യുദ്ധം. അതിൻ്റെ ആദ്യകാല നിയമം ചലം യുദ്ധം. ഓർമ്മിക്കണം. ഹൈഡസ്പസ് യുദ്ധത്തിൽ അലക്സാണ്ടർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? പോറസിന്. ഈ യുദ്ധം അറിയപ്പെടുന്ന പേര് ചലം യുദ്ധം.
പാകിസ്ഥാനിലെ മംഗള അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചലം നദിയിലാണ്. പാകിസ്ഥാനിലെ മംഗള അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചലം നദി. ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ചലം നദിയാണ്. ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ചലം നദി. ശ്രീനഗർ പട്ടണം ഏത് നദിക്കരയിലാണ്? ചലം. ഓർമ്മിക്കണം, ശ്രീനഗർ പട്ടണം ഏത് നദിക്കരയിലാണ്? ചലം നദി. ഉറി പവർ പ്രോജക്റ്റ് ഏത് നദിക്കരയിലാണ്? ഓർമ്മിക്കണം, ഏത് നദിയിലാണ്? അത് ചലം നദി. ഓർമ്മിക്കണം, ഉറി പദ്ധതി ഏത് നദിയിലാണ്? ചലം നദി. പ്രാചീന കാലത്ത് പരശ്വനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? രവി. ഓർമ്മിക്കണം, പ്രാചീന കാലത്ത് പരശ്വനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? രവി നദി. ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കുളു മലനിര. ഓർമ്മിക്കണം, ആ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കുളു മലനിര. ലാഹോർ. ഓർമ്മിക്കണം, ലാഹോർ ഏത് നദിയുടെ കരയിലാണ്? രവി. ഓർമ്മിക്കണം, ലാഹോർ ഏത് നദിയുടെ കരയിലാണ്? രവി. രഞ്ജിത് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? തെയ്ൻ അണക്കെട്ട്. ഓർമ്മിക്കണം, രഞ്ജിത് സാഗർ അണക്കെട്ട് മറ്റൊരു പേരാണ് തെയ്ൻ അണക്കെട്ട്. ഏത് നദിയിലാണ്? രവി നദിയിലാണ്. ഓർമ്മിക്കണം, രഞ്ജിത് സാഗർ അണക്കെട്ട് അല്ലെങ്കിൽ തെയ്ൻ അണക്കെട്ട് ഏത് നദിയിലാണ്? രവി നദി. ഹാരപ്പ ഏത് നദിക്കരയിലാണ്? രവി. ഓർമ്മിക്കണം, ഹാരപ്പ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? രവി. വേദകാലത്ത് അസ്കിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചിനാബ്. ഓർമ്മിക്കണം, വേദകാലത്ത് അസ്കിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചിനാബ് നദി. സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചിനാബ്. ഓർമ്മിക്കണം, സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചിനാബ്. പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബിയാസ്. ഓർമ്മിക്കണം, പോങ് അണക്കെട്ട് അല്ലെങ്കിൽ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബിയാസ്. മാന്നാർ ഉൾക്കടലിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യൻ നദി ഏതാണ്? താമ്രബർണി. ഓർമ്മിക്കണം, മാന്നാർ ഉൾക്കടലിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യൻ നദി ഏതാണ്? താമ്രബർണി. പാക് കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി ഏതാണ്? വൈഗ. ഓർമ്മിക്കണം, പാക് കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി ഏതാണ്? വൈഗ. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലുണി. ഓർമ്മിക്കണം, ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലുണി നദി. അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടോ ഒഴുകി ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്ന നദി ഏതാണ്? ലൂണിയാണ്. ഓർമ്മിക്കണം, അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്ന നദി ഏതാണ്? ലൂണി നദി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആരവല്ലി പർവ്വതനിര. ഓർമ്മിക്കണം, ആരവല്ലി പർവ്വതനിര പുഷ്കർ താഴ്വരയിലാണ്. ഓർമ്മിക്കണം, ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആരവല്ലി പർവ്വതനിരയിലെ പുഷ്കർ താഴ്വര. ലൂണിയുടെ ഏകദേശ നീളം 530 കിലോമീറ്റർ. ഓർമ്മിക്കണം, ലൂണി നദിയുടെ ഏകദേശ നീളം 530 കിലോമീറ്റർ. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. ഓർമ്മിക്കണം, പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി നദി. ലൂണി നദിയുടെ പ്രധാന പോഷക നദികളൊക്കെയാണ് സുക്രി, ജോവായ്, ജോജരി. ഓർമ്മിക്കണം, ലൂണി നദിയുടെ പ്രധാന പോഷക നദികൾ അതൊക്കെയാണ് സുക്രി, ജോവായ്, ജോജരി. ലൂണി നദിയുടെ പ്രധാന പോഷക നദികൾ അതൊക്കെയാണ് സുക്രി, ജോവായ്, ജോജരി. ലൂണിയുടെ മറ്റൊരു പേരാണ് സോൾട്ട് റിവർ. ഓർമ്മിക്കണം, അല്ലെങ്കിൽ ലവണ വാരി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ലൂണിയാണ്. ലൂണി നദിയുടെ മറ്റൊരു പേരെന്താണ്? റിവർ. ഓർമ്മിക്കണം, ലുണി നദിയുടെ മറ്റൊരു പേര് സാൾട്ട് റിവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ഏതാണ്? ലുണിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത അല്ലെങ്കിൽ ലാൻഡ് ലോക്ക്ഡ് നദി ഏതാണ്? ലുണി. ലുണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് സാഗർ നദി. ഓർമ്മിക്കണം, ലുണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് സാഗർ നദി. സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. ഓർമ്മിക്കണം, സുവാരി നദി ഒഴുകുന്ന സ്റ്റേറ്റ് ഏതാണ്? ഗോവ. മംഗലാപുരത്തോട് ഒഴുകുന്ന നദി ഏതാണ്? നേത്രാവതി. ഓർമ്മിക്കണം, മംഗലാപുരത്തോട് ഒഴുകുന്ന നദി ഏതാണ്? നേത്രാവതി. മിഥി അഥവാ മാഹിം നദി ഒഴുകുന്നത് ഏത് പട്ടണത്തിലൂടെയാണ്? മുംബൈ. ഓർമ്മിക്കണം, മിഥി അല്ലെങ്കിൽ മാഹിം നദി ഒഴുകുന്നത് ഏത് പട്ടണത്തിലൂടെയാണ്? മുംബൈ. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന നദി ഏതാണ്? ഖഗർ. ഓർമ്മിക്കണം, മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന നദി ഏതാണ്? ഇന്ത്യൻ നദി ഏതാണ്? ഖഗർ നദി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ശരാവതി നദി. ഓർമ്മിക്കണം, ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ശരാവതി നദി. ഇന്ത്യയിൽ ആദ്യത്തെ റബ്ബർ ഡാം നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിയിലാണ്? ജൻ ജാവതി. ഓർമ്മിക്കണം, ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ജൻ ജാവതി നദി, ആന്ധ്രാപ്രദേശ്. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയ ഏത് നദിയുടെ കരയിലാണ്? നിരഞ്ജന അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഫാൽഗു. ഓർമ്മിക്കണം, ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയ ഏത് നദിയുടെ തീരത്താണ്? നിരഞ്ജന അല്ലെങ്കിൽ ഫാൽഗു നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക, ഒഡീഷ. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഊളാർ, ജമ്മു കാശ്മീർ. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഊളാർ, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ചിൽക്ക. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ചിൽക്ക, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണ്? സാംബർ തടാകം, രാജസ്ഥാൻ. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണ്? സാംബർ, രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്ത് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ചൊലോമ. ഓർമ്മിക്കണം, ചൊലാമു, സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്ത് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ചൊലാമു, സിക്കിം. ഇന്ത്യൻ ശുദ്ധജല തടാകങ്ങളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ളത് കൊല്ലേരു, ആന്ധ്രാപ്രദേശ്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ശുദ്ധജല തടാകങ്ങളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള തടാകം ഏതാണ്? കൊല്ലേരു, ആ തടാകം ആന്ധ്രാപ്രദേശ്. കൃഷ്ണ ഗോദാവരി സമതലങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന തടാകം ഏതാണ്? മഹാപത്മസരസ്. ഓർമ്മിക്കണം, കൃഷ്ണ ഗോദാവരി സമതലങ്ങൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന തടാകം ഏതാണ്? മഹാപത്മസരസ്. ഉൽക്കാപതനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം ഏതാണ്? ലോണർ, മഹാരാഷ്ട്ര. ഓർമ്മിക്കണം, ഉൽക്കാപതനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഇന്ത്യയുടെ തടാകം ഏതാണ്? ലോണർ, മഹാരാഷ്ട്ര. ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ
ഒരേ ഒരു ഉപ്പുജല തടാകം ഏതാണ്? ലോണാർ. ഓർമ്മിക്കണം, ബസാൾട്ട് ശിലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു ഉപ്പുജല തടാകം ഏതാണ്? ലോണാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? കൻവർ തടാകം, ബീഹാർ. ഓർമ്മിക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? കൻവർ തടാകം, ബീഹാർ. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്ടക് തടാകം, മണിപ്പൂർ. ഓർമ്മിക്കണം, വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്ടക്, മണിപ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ഓർമ്മിക്കണം, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? നാഗാർജുന സാഗറുടെയാണ്, ആന്ധ്രാപ്രദേശാണ്. ഓർമ്മിക്കണം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? നാഗാർജുന സാഗർ ഡാം, ആന്ധ്രാപ്രദേശ്. നൈന, ദിയോപ്രദ, അയാർപദ എന്നീ ഹിമാലയൻ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? നൈനിറ്റാൾ തടാകം. ഓർമ്മിക്കണം, നൈന, ദിയോൻപദ, അയാർപദ എന്നീ ഹിമാലയൻ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? നൈനിറ്റാൾ തടാകം. രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. ഓർമ്മിക്കണം, രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു കാശ്മീരിലെ പ്രസിദ്ധ തടാകം ഏതാണ്? ഡാൽ. പരീക്ഷയ്ക്ക് തിരിച്ചാണ് ചോദ്യം. ഡാൽ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജമ്മു കാശ്മീർ. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിൽ അറിയപ്പെടുന്ന പേര് ശിഖാര. ഓർമ്മിക്കണം, ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിൽ അറിയപ്പെടുന്ന പേര് ശിഖാര. നൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. ഓർമ്മിക്കണം, നൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന സ്ഥലം എവിടെയാണ്? നൽ സരോവർ, ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഏതാണ്? നൽ സരോവർ, ഗുജറാത്ത്. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? രാജസ്ഥാൻ. ഓർമ്മിക്കണം, പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? രാജസ്ഥാൻ. ദാൽ തടാകം, ഊളാർ തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്തിലാണ്? ജമ്മു കാശ്മീർ. ഓർമ്മിക്കണം, ദാൽ തടാകം, ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ഗോവിന്ദ് സാഗർ ഡാം എന്ന ഓർമ്മിക്കണം, ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. ഓർമ്മിക്കണം, ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഓർമ്മിക്കണം, പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ആരവല്ലി. ഓർമ്മിക്കണം, നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ആരവല്ലി. ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതിമ ഏതാണ്? ശ്രീബുദ്ധൻ്റെ പ്രതിമയാണ്. ഓർമ്മിക്കണം, ഹുസൈൻ സാഗർ ലേക്ക് അറിയാം, ആന്ധ്രാപ്രദേശിലെ. ഓർമ്മിക്കണം, ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഏതാണ്? ഹുസൈൻ സാഗർ ലേക്ക്. ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതിമ ഏതാണ്? ശ്രീബുദ്ധൻ്റെ പ്രതിമ. കേരാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഡുംബൂർ തടാകം, ത്രിപുരയാണ്. ഓർമ്മിക്കണം, കേരാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഡുംബൂർ തടാകം, ത്രിപുര. മാർബിൾ ഫോൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ദുവാന്തർ വെള്ളച്ചാട്ടം, നർമ്മദയാണ്. മാർബിൾ ഫോൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ദുവാന്തർ വെള്ളച്ചാട്ടം, നർമ്മദ. ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഓർമ്മിക്കണം, ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? അമ്പി. ഓർമ്മിക്കണം, അമ്പി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. തമിഴ്നാട്ടിലെ തിരുനെൽവേലി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? അമ്പി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ഖൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ഖൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. ഓർമ്മിക്കണം, വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന തുറമുഖാലിക നഗരം ഏതാണ്? റാഞ്ചിയാണ്. ഓർമ്മിക്കണം, വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? റാഞ്ചി. ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? രാജ, റാണി, റോക്കറ്റ്, റോറർ. ഓർമ്മിക്കണം, ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? രാജ, റാണി, റോക്കറ്റ്, റോറർ. പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബിയാസ്. ഓർമ്മിക്കണം, ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബിയാസ് നദി. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സത്ലജ്. ഓർമ്മിക്കണം, ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സത്ലജ് നദി. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബിയാസ്. ഇന്ത്യയിൽ ആദ്യത്തെ ദ്വീപ് ജില്ലയെ പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? മജൂലി. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യത്തെ ദ്വീപ് ജില്ലയെ പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? മജൂലി. ആസാമിലെ 34ാമത് ജില്ല ഏതാണ്? മജൂലിയാണ്. ഓർമ്മിക്കണം, ആസാമിലെ 34ാമത് ജില്ല ഏതാണ്? മജൂലി ജില്ല. മജൂലി ദ്വീപ് ജില്ലയെ പ്രഖ്യാപിച്ച ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്നു? സർബാനന്ദ് സോനോവാൾ. ഓർമ്മിക്കണം, മജൂലി ദ്വീപിനെ ജില്ലയെ പ്രഖ്യാപിച്ച ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്നു? സർബാനന്ദ് സോനോവാൾ. മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ഓർമ്മിക്കണം, മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. മജൂലി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ഏതാണ്? സിന്ധു. ഓർമ്മിക്കണം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ഏതാണ്? സിന്ധു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു. ഓർമ്മിക്കണം, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു. ഓർമ്മിക്കണം, അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. ഓർമ്മിക്കണം, സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ.
അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതി. ഓർമ്മിക്കണം, അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതി. ബദരിനാഥ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? അളകനന്ദ. ഓർമ്മിക്കണം, ബദരിനാഥ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? അളകനന്ദ. ആഗ്ര പട്ടണം ഏത് നദീതീരത്താണ്? യമുന. സ്റ്റേറ്റ് എവിടെയാണ്? ഉത്തർപ്രദേശ്. ഓർമ്മിക്കണം, ആഗ്ര പട്ടണം യമുന നദി, സ്റ്റേറ്റ് അതാണ് ഉത്തർപ്രദേശ്. ബദരിനാഥ് ഏത് നദിയുടെ കരയിലാണ്? അളകനന്ദ. ഓർമ്മിക്കണം, ബദരിനാഥ് ഏത് നദിയുടെ കരയിലാണ്? അളകനന്ദ. കട്ടക്ക് പട്ടണം ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. ഓർമ്മിക്കണം, മഹാനദി സ്റ്റേറ്റ് എവിടെയാണ്? ഒഡീഷയിലാണ്. ഓർമ്മിക്കണം, കട്ടക്ക് പട്ടണം മഹാനദി, ഒഡീഷ. ഫിറോസ്പൂർ സത്ലജ് ഏത് നദിയുടെ തീരത്താണ്? ഓർമ്മിക്കണം, ഫിറോസ്പൂർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? സത്ലജ്. ഏത് സ്റ്റേറ്റാണ്? മധ്യപ്രദേശ്. ഗുവാഹത്തി പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. ഓർമ്മിക്കണം, ഗുവാഹത്തി പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. ഓർമ്മിക്കണം, ഹൈദരാബാദ് ഏത് നദിയുടെ തീരത്താണ്? മുസി. ഓർമ്മിക്കണം, ഹൈദരാബാദ് പട്ടണം ഏത് നദിയുടെ തീരത്താണ്? മുസി. കാൺപൂർ പട്ടണം ഉത്തർപ്രദേശിലെ കാൺപൂർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഗംഗ. ഓർമ്മിക്കണം, ഉത്തർപ്രദേശിലെ കാൺപൂർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഗംഗ. കോട്ട പട്ടണം. ഓർമ്മിക്കണം, കോട്ട പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ചമ്പൽ. ഓർമ്മിക്കണം, കോട്ട പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ചമ്പൽ. ലക്നൗ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഗോമതി. ഓർമ്മിക്കണം, ലക്നൗ പട്ടണം ഗോമതി, സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ്. നാസിക് പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. ഓർമ്മിക്കണം, നാസിക് പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. ശ്രീനഗർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ചലം. ഓർമ്മിക്കണം, ശ്രീനഗർ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ചലം. വിജയവാഡ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ. ഓർമ്മിക്കണം, വിജയവാഡ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ.